ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ വിഷുഫലം. വിഷുവിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിവിടെ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സമൃദ്ധിയുടെ വിളവെടുപ്പിൻ്റെ ഒക്കെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ സന്തോഷമാണ്, ഫ്രൂട്ട്ഫുൾനെസ് ആണ് വരാൻ പോകുന്നത് അല്ലേ. ലൈഫിലേക്ക് നമുക്ക് പുതിയ ഹോപ്പാണ്, പുതിയ ലൈറ്റാണ്, പുതിയ വെളിച്ചമാണ് നമുക്ക് വരാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു വിഷുവിൻ്റെ സമയം അതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് സൈക്കോളജിക്കലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടാണ്. പോസിറ്റീവ്ലി ഒരു പോസിറ്റീവ് സെൻസിൽ നമ്മളെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സമയം കൂടെയാണ്. പ്രത്യേകിച്ച് മേടമാസം എന്ന് പറയുമ്പം അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു സമയമാണ്. സമ്മറാണ്, അതിൻ്റെ ചൂടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നിരുന്നാൽ പോലും ഒരു ഉണർവ് മനുഷ്യന് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യുന്ന, വളരെ എനർജറ്റിക് ആയിട്ട് പാഷനേറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഹോപ്പ് കൂടുതലൊന്ന് ബൂസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി വരുന്നൊരു ഫെസ്റ്റിവലും കൂടെ ആയിട്ട് വിഷുവിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളിൽ എന്ത് ട്രാൻസ്ഫർമേഷനാണ് ഈ വിഷു ഉണ്ടാക്കുന്നത്, നിങ്ങളിൽ എന്ത് എനർജി മാറ്റമാണ് സംഭവിക്കുന്നത്, അതുവഴി നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ക്യാൻ യു എക്സ്പെക്റ്റ് ആഫ്റ്റർ വിഷു? ഈ വിഷുവിൻ്റെ സമയത്ത് നിങ്ങളുടെ എനർജി നമ്മൾ നോക്കും. അത് സൈക്കോളജിക്കലി നോക്കും, ഇൻ്റലക്ച്വലി, സ്പിരിച്വലി, ഇമോഷണലി, ഇതെല്ലാം നമ്മൾ എനർജി നോക്കുന്നുണ്ട്. ഓവറോൾ എനർജി എന്താണ്, ഇത് കറണ്ട് എനർജി റീഡിങ്ങും ഇതിൻ്റെ കൂടെ അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു ജനറൽ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു 75% തന്നെ നിങ്ങളുടെ ലൈഫിൽ റെസനേറ്റഡ് ആകുന്നതാണ്. ഒരുപാട് എനർജീസ് കയറി വരുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഇതൊട്ടും റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വിട്ടുകളയാനും മടിക്കാതിരിക്കുക. പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എപ്പോഴും പൂർണ്ണമായിട്ടും ഇത് അവകാശപ്പെടാൻ സാധിക്കുക, യെസ് ഇത് എൻ്റെ റീഡിംഗ് ആണ്, ഇത് എനിക്കുള്ള റീഡിംഗ് ആണ് എന്നുള്ളത്. അതല്ലാത്ത വശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ റെസനേറ്റഡ് ആകും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഇൻഫോർമേഷനായിട്ടും മുൻകരുതലായിട്ടും മനസ്സിലാക്കാനുള്ള വിസ്ഡമായിട്ടും ഒക്കെ നിങ്ങൾക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. അതുപോലെ നമ്മൾ അടുത്തൊരു വിഷു വരെയുള്ള ഒരു ടൈം ലൈനിലാണ് ഇത് എടുത്തിരിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് വിഷുവിന് ശേഷം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇത് റെസനേറ്റഡ് ആവുന്നതാണ്. സോ നമ്മളൊരു 1 ഇയറിലേക്കുള്ള നിങ്ങളുടെ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ കറണ്ട് എനർജി, അത് നിങ്ങൾ ഏത് സമയത്താണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് എപ്പോഴാണ് ഈ വീഡിയോ കൊണ്ടെത്തിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ 2 ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറച്ച് കാർഡ്സൊക്കെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കൂടുതൽ കാർഡ്സ് നമ്മൾ റീഡ് ചെയ്യുന്നത് വഴി എടുക്കാം. ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 1, ഗ്രേറ്റ് സോൾസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 2, വിൻസ് ഓഫ് ഡിസയർ. ഇതിലെ ഏത് പിക്ചറിനോടാണ് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരു അടുപ്പം തോന്നുന്നത്, അത് ചൂസ് ചെയ്യുക. ഇൻറ്റ്യൂട്ടീവ്ലി തന്നെ ചൂസ് ചെയ്യുക. ഇനി മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറൊരു പിക്ചറും കൂടി ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഗ്രേറ്റ് സോൾസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, നിങ്ങളുടെ എനർജി, നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ഗ്രൂപ്പ് നമ്പർ 1 ഗ്രേറ്റ് സോൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു വിഷു കൊണ്ടുതരുന്ന ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. യെസ്, സോ യുവർ എനർജി ഇസ് കോൾ ആ സ്പിരിറ്റ്. സ്പിരിറ്റ് ഹാസ് എ പ്ലാൻ. ഇമോഷണലി വിസ്ഡമാണ് നിങ്ങളുടെ എനർജി. ആൻഡ് winter spirit, okay, take care of your needs. The divine feminine,
wonders. You can expect wonders, miracles. Wow. Okay. Amethyst crystal ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. And then we got Indra, king of the gods. Okay. Controlling the senses and protection. Diamond energy ആണ്, വജ്രായുധമാണ്. And the 3 modes. Wow. Goodness, passion and ignorance. ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ശുഭകാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഇഗ്നോറൻസിനെ നിങ്ങൾ മറികടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ മറികടക്കാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പോൾ എന്താണ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ അറിവില്ലായ്മ, അതിനെ മറികടക്കുക. വിസ്ഡം കൊണ്ടാണ്, വിസ്ഡമാണ്. ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് വിസ്ഡമാണ്. അതെവിടെ നിന്നാണ് വരുന്നത്? ഹീലിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു വിസ്ഡം എനർജി വരുന്നത്. സോ നിങ്ങൾക്കിവിടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ 5 സെൻസസിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ഒരു കവചം തീർക്കപ്പെടുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. വാവ്. ഈ ഒരു വിസ്ഡം നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് ദ ഡിവൈൻ ഫെമിനൈൻ എനർജി എന്നുള്ള ഒരു ട്രാൻസ്ഫർമേഷനിലേക്കാണ്. ദിസ് ഇസ് യുവർ മേജർ ട്രാൻസ്ഫർമേഷൻ ദിസ് ഇയർ. ലെറ്റ്സ് ടേക്ക് മോർ കാർഡ്സ്. ടാറോ ഗൈഡൻസ് എടുക്കാം. Knight of Pentacles. This is your current energy, okay? Wheel of Fortune. Ace of Cups. Ace of Swords and the bottom energy we got 3 of Swords. So ഇതാണ് നിങ്ങൾ ഇപ്പം ഉള്ള എനർജി. നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ സ്റ്റക്നെസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഫിനാൻസിനും ഒരു സ്റ്റക്നെസ് തരുന്നുണ്ട് എങ്കിൽ വിഷുവിൻ്റെ ഒരു സമയത്തിന് ശേഷം നിങ്ങളിലേക്ക് മാറ്റം വരുന്നത് ലക്ക് മാറി മറിയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലക്ക് ഫേവറബിൾ ആകുക, അതായത് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഹിയർ വി ഗോട്ട് ഹീലിംഗ്. ഈ ഒരു ഹീലിങ്ങിലൂടെയാണ്. ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ഹീല് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ വൂൺസ് മാത്രമല്ല, കാർമിക് ബാഗേജസ് നിങ്ങൾ ഹീല് ചെയ്യുന്നുണ്ട്. കർമ്മ ക്ലിയറൻസ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധി അടഞ്ഞിരിക്കുന്ന ബുദ്ധിയെ ഇവിടെ തുറക്കാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയി വരുന്നു. സോ ഓവറോൾ നിങ്ങളുടെ എനർജി ഈസ് വെരി പോസിറ്റീവ്. ഹാർട്ട് ചക്ര ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾക്ക് അബൻഡൻസ് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ആൻഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എംപതി ഉണ്ടാവുന്നുണ്ട്. യു കണക്റ്റിംഗ് ടു അബൻഡൻസ് ആൻഡ് എംപതി ആൻഡ് ഓൾസോ ക്രിയേറ്റിവിറ്റി. സോ സ്റ്റക്നെസ്സിൽ നിന്നും നിങ്ങൾ അബൻഡൻസിലേക്കാണ് മാറാൻ ശ്രമിക്കുന്നത്. ആ ശ്രമം ഇവിടെ വളരെ അധികം സത്യസന്ധമായി തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഏസ് ഓഫ് സ്വാർഡ്സ്. ഇത് നിങ്ങളുടെ ചിന്തയിൽ സ്റ്റക്കായിരുന്ന നിങ്ങളുടെ തോട്ട്സിന് ഒരു മാറ്റം വരികയാണ്. അതായത് 3 ഓഫ് സ്വാർഡ്സ് ഹാർട്ട് ബ്രോക്കൺ ആണ്, കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾക്ക് വാല്യൂ തരാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളവിടെ ആവശ്യമുണ്ടോ? ഇല്ല. ആവശ്യമില്ലേ? എന്തോ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നിന്നിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രം കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ സ്പിരിച്വൽ എവല്യൂഷനാണ്, ഗ്രേറ്റ് സോളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡിവൈനെ അറിയാൻ, അതായത് ഡിവൈനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളെ കൂടുതൽ അറിയുക. എങ്ങനെ അറിയും? ത്രൂ വിസ്ഡം. നിങ്ങളൊരു അന്വേഷണത്തിലാണ്, അറിവിൻ്റെ അന്വേഷണത്തിലാണ്, നിങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. അത് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളെ കൂടുതൽ അറിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. എനിക്ക് അതാണോ ചെയ്യേണ്ടത്, ഇതാണോ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പം അങ്ങനെ അറിയുന്ന ആൾക്കാർ വളരെ റെയറാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഓൾറെഡി നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, അത് വരും, നിങ്ങൾക്കത് സംഭവിക്കും. നിങ്ങൾക്ക് ഇഷ്ടം അതാണെങ്കിൽ നിങ്ങളുടെ സോൾ അത് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുതരും എന്ന ഉറച്ച വിശ്വാസം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? യു വിൽ സറണ്ടർ യുവർ സെൽഫ് ടു ദ യൂണിവേഴ്സ്. അതായത് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ സോളിലേക്ക് സറണ്ടർ ചെയ്യപ്പെടുകയാണ്. ആൻഡ് റെസ്റ്റ് വിൽ ഫോളോ. ഓക്കെ, യെസ്. ആൻഡ്
സ്കോളർ സ്പിരിറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്, നിങ്ങളുടെ എനർജി ആയിട്ടുള്ളത്. അത് നിങ്ങളോട് പറയുന്നത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഒരു പ്ലാൻ സ്പിരിറ്റിനുണ്ട്. സ്പിരിറ്റ് എന്താണ്? നിങ്ങളുടെ സോളിനുണ്ട്, യൂണിവേഴ്സിന് ഓൾ ടുഗെദർ ഉണ്ട്. ബ്രഹ്മാണ്ടത്തിനുള്ള പദ്ധതികൾ പലതുണ്ട്. ആ പദ്ധതികളുടെ ഭാഗമാണ് നിങ്ങളും. പിണ്ടാണ്ടം എന്ന് പറയും നിങ്ങളെ, ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എന്ന് പറയും. അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്തേ മതിയാവും. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻസ് കുറച്ച് വയ്ക്കുക, വളരെ കാമായിട്ടിരിക്കുക. ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുക, റിലാക്സ് ചെയ്ത് ചെയ്യുക. ആ റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓരോ മൊമെൻ്റ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെല്ലാം ധൃതി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മൊമെൻറ്റും ഇല്ല, ഇപ്പം നിൽക്കുന്ന മൊമെൻറ്റും ഇല്ല, അതിന് ഔട്ട്പുട്ട് എന്തെങ്കിലും ഉണ്ടോ അതും ഇല്ലാതെ വരും. ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് ആണ് വിൻ്ററിൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ പേടികളെയും ലിമിറ്റേഷൻസിനെ, ഭയങ്ങളെയൊക്കെ മറികടക്കുക എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. ഓവറോൾ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് റിലാക്സ്. നമ്മൾ ഡിവൈൻ ഫെമിനൈനിലേക്ക് ഉയരുകയാണ് എന്ന് പറയുമ്പോൾ ആ ഡിവൈൻ ഫെമിനൈൻ അവിടെ വളരെയധികം റിലാക്സ്ഡ് ആണ്. ജസ്റ്റ് ബീയിങ് ഹെർ സെൽഫ്, ജസ്റ്റ് ബീയിങ് ഇൻ ഹെർ വൈബ്രൻറ്റ്, ക്രിയേറ്റീവ്, അബൻഡൻറ്റ്, ഹാപ്പി അറ്റ് ദ മൊമെൻറ്റ് എനർജിയാണ്. ഓക്കെ, സോ ഓവറോൾ യുവർ എനർജി ഇസ് വെരി പോസിറ്റീവ്. സ്റ്റക്നെസ് ഒക്കെ നിങ്ങൾക്ക് മാറുകയാണ്. നിങ്ങളൊരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയിൽ നിന്നും ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് കണക്റ്റ് ആവുകയാണ്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആകാൻ പോവുകയാണ്. നിങ്ങൾ വിസ്ഡമാണ് അട്രാക്ട് ചെയ്യുന്നത്. അബൻഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. യു ഗോയിങ് ഇൻ എ നട്ട്ഷെൽ, യു ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ് യു ആർ വെരി പാഷനേറ്റ് അബൌട്ട്. അതിന് വേണ്ട 3 മോഡ്സ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ബ്ലെസ്സിങ് ആയിട്ടുണ്ട്. അതായത് വിഘ്നങ്ങളെല്ലാം മാറ്റി നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഗുഡ്നെസ്സിൻ്റെ എനർജി. ഒരു ഭയവും ഇല്ല, നിങ്ങൾക്കിനി എല്ലാം റൈറ്റായിട്ട് നടക്കും എന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാം. കാര്യം ലക്ക് ഇസ് ഓൾസോ ഫേവറബിൾ. ആൻഡ് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തിലേക്കാണോ ഇഷ്ടമുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനർജി, അബൻഡൻസിൻ്റെ എനർജി, ആൻഡ് ഓൾസോ അറിവിൻ്റെ വിസ്ഡം. വാവ്, ഒരു സോള് ഇവോൾവ് ചെയ്യാൻ വേണ്ടതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുകയാണ്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ വേറൊരു തലത്തിലെത്തുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾക്കിനി അബൻഡൻസ് മാത്രമാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് സില്ലി ആയിട്ട് ഉള്ള വിഷമങ്ങളൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യാതെ വരും. നിങ്ങൾ അതിന് മുകളിൽ ഉയർന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വാവ്, ദിസ് ഇസ് സച്ച് എ പോസിറ്റീവ് എനർജി. ഇതാണ് നിങ്ങൾക്കുള്ള വിഷു ഫലം 2025. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിങ്സ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന, സോൾ ഇവോൾവ് ചെയ്യാൻ ഏറ്റവും സഹായിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കോഴ്സസ്, ടാരോ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും എളുപ്പമാണ്. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്ട് ചെയ്യാം. വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയല്ല, പലപ്പോഴും പലരും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മീറ്റിങ്ങിലോ കൺസൾട്ടേഷനിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമുക്കും അതൊരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറും. അതേസമയം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. സമ്പൽ സമൃദ്ധമായിട്ട് മനസ്സിന് സന്തോഷവും സമാധാനവും കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 വിൻസ് ഓഫ് ഡിസയർ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. സോ ഗ്രൂപ്പ് നമ്പർ 2 വിൻസ് ഓഫ് ഡിസയർ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വിഷു റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കറണ്ട് എനർജി നമ്മൾ പോകെ റീഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത് നമ്മളിപ്പോൾ റീഡ് ചെയ്യും. ലെറ്റ്സ് സീ. ബഫലോ സ്പിരിറ്റ്,
ദ അബണ്ടന്റ് യൂണിവേഴ്സ് വിൽ പ്രൊവൈഡ് എന്നുള്ളതാണ്. സോ യു ആർ ഓൾറെഡി അട്രാക്ടിങ് അബണ്ടൻസ് ആൻഡ് ദ വോയിഡ്. ഓക്കെ, this is your emotional state right now. Let's see more details. The druid hold the space. Okay, നിങ്ങൾക്ക് സ്പേസ് വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം, ഒരു സ്ഥാനം, നിങ്ങളുടെ സ്പേസ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് ദെൻ വി ഹാവ് ശ്രീ രാമ. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ത്രൈവിങ്, commitment and sacrifice. Wow. നിങ്ങളിവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഇറ്റ്സ് 10 and 1. It's 1 here, again 1 here, and it's 4 here. ഏഞ്ചൽ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നതെല്ലാം. ഇത് ഒരു ന്യൂ ബിഗിനിങ്ങിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മാനിഫെസ്റ്റേഷൻ പൊട്ടൻഷ്യലിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ യു ആർ ആക്ച്വലി അട്രാക്റ്റിംഗ് അബണ്ടൻസ്. ബഫല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടവം രാശിയെ പറയാം. ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ്. മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത് ആണ്. സോ യു ആർ ആക്ച്വലി അട്രാക്റ്റിംഗ് മെറ്റീരിയലിസ്റ്റിക്കൽ വെൽത്ത്. മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള സന്തോഷങ്ങളെല്ലാം, അതിൽ നമുക്ക് വെൽത്ത് പറയാം, അതുപോലെ റിലേഷൻഷിപ്പ് പറയാം, ലവ് ആൻഡ് റൊമാൻസ് നിങ്ങളത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വിത്തിൻ 1 year ബിഫോർ നെക്സ്റ്റ് വിഷു നിങ്ങളിൽ പല വ്യക്തികൾക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് ഫോർ ഷുവർ. സിംഗിൾസ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ റൈറ്റ് പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷം. ഓൾറെഡി ഇന്നർ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു എനർജി നിങ്ങളൊരു കപ്പിളായിട്ട് മാരീഡ് കപ്പിൾസിനാണെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനുപരിയായിട്ട് ഒരു സോൾമേറ്റ് കണക്ഷനിലേക്ക് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറ്റാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. പരസ്പരം മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് റെസനേറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡ്രൂയിഡ് എനർജി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ്, നിങ്ങൾക്ക് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ട്രസ്റ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നത് ശ്രീരാമ. വാക്കിനെ ഇത്രയും വില കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഏതെങ്കിലും എനർജി ആർക്കി ടൈപ്പുകൾ ഉണ്ടോ എന്ന് സംശയമാണ്. ലൈഫിൽ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ട്രസ്റ്റ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണ്, എസ്പെഷ്യലി ഇൻ എ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഈ ഒരു ശ്രീരാമൻ്റെ എനർജിയും പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ത്രൈവ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. തോറ്റുപോകുമെന്ന് വിചാരിക്കുന്നിടത്ത് ജയമുണ്ടാവുകയും ചെയ്യും. തോറ്റുപോകുമെന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾ വ്യത്യസ്തനായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു വിഘ്നേശ്വരൻ്റെ എനർജി പറയുന്നതും സാധാരണ യൂഷ്വലി നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ തുടക്കമിടാനായിട്ട് സഹായിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വിഘ്നേശ്വരൻ തരിക. ഹാപ്പിനെസ്സും ബ്ലിസ്സും ഒക്കെയാണ് തരിക. എന്നാൽ ഇവിടെ നമുക്കൊരു സാക്രിഫൈസിൻ്റെ എനർജി കാണാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഒരു പുതിയ ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളുടെ ലൈഫ് ഓരോ സ്റ്റേജിലേക്ക് ഇവോൾവ് ചെയ്തു പോകുമ്പോഴും നമ്മൾ പാസ്റ്റിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന പല കാര്യങ്ങളും അൺവാണ്ടഡ് ആയി മാറും. ഇനി അങ്ങോട്ടേക്ക് ആവശ്യമില്ല എന്നുള്ള ലെവലിലേക്ക് വരുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ നിങ്ങൾക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വോയിഡാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു എനർജി. യെസ്, അതിനോടൊപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക എന്നുള്ളതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വാർഡ്രോബിൽ സ്പേസ് ഇല്ല, ഒരുപാട് ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പുതിയത് വാങ്ങിക്കുന്നു. ഇപ്പോൾ വിഷുവിന് നിങ്ങൾ കോടി വാങ്ങിക്കുന്നു, ഓരോ അവസരത്തിൽ നിങ്ങൾ പുതിയത് വാങ്ങി കൂട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് വെക്കാൻ വാർഡ്രോബിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് പഴകി എന്നുള്ളത് അത് മോശമായിട്ടൊന്നുമല്ല അല്ലേ, അതിനി ഉപയോഗിക്കാനേ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടല്ല. പക്ഷെ
നമുക്ക് പുതിയതിന് പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വാർഡ്രോബിൽ നിന്ന് എടുത്ത് മാറ്റും, ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തെങ്കിലും നമ്മൾ ചെയ്യും. എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് പഴയ കുറേ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുക ഫോർ ന്യൂ തിങ്സ് ടു ബി റിസീവ്ഡ് എന്നുള്ള ഒരു എനർജിയും കൂടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവൻസ് ഓഫ് ഡിസയർ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഇത്രയും കാലം വഴി മാറി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലെ ഡിസയർ, ലൈഫിലെ ഗോൾ എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോന്നിരുന്നതാണ്. അതൊരു വിശ്വാസം മാത്രമാണ്, എന്നാൽ യാഥാർത്ഥ്യമായിരുന്നില്ല. ഇവിടെ നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചില ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം അതിന് പറഞ്ഞാൽ നമുക്കിവിടെ വിൻസ് ഓഫ് ഡിസയറിന് ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത് സാക്രിഫൈസ് ആണ്. അതായത് നിങ്ങൾക്ക് വളരെയധികം ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ജോബ്സ് ഇവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ TV കാണുക അല്ലെങ്കിൽ മൊബൈൽ നോക്കി വെറുതെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ അടുത്തൊരു ജോബും കൂടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ കളയാനില്ല എന്ന് മനസ്സിലാക്കി ആ സമയം TV ആ റിലാക്സ് ചെയ്ത് TV കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാണ്. എന്തിനാണ്? നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള സെക്കൻഡ് ജോബ് ആൻഡ് ദ ഇൻകം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ സാക്രിഫൈസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ യെസ്. നിങ്ങൾക്ക് വളരെ റിലാക്സ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന, നിങ്ങൾക്ക് ഡിസയർ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു അത്, നിങ്ങളുടെ ഒരു സന്തോഷമായിരുന്നു അത് നിങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ ഇവിടെ ശാശ്വതമായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള മറ്റൊരു ഡിസയറിലേക്ക് ഗോളിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുകയും ചെയ്തു. ആൻഡ് ലെറ്റ്സ് സീ യുവർ എനർജി. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് യുവർ എനർജി. പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ യു അട്രാക്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് യുവർ കറണ്ട് എനർജി? വാവ്, സക്സസ്. യു ആർ അട്രാക്റ്റിംഗ് സക്സസ്. ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ഈ സാക്രിഫൈസിനോട് ചേർത്ത് പറയാം. ആക്ച്വലി എനിക്ക് അതാണോ വേണ്ടത്, ഇതാണോ, ഞാനിതിൽ ഏതാണോ വിട്ട് കളയേണ്ടത്, എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. സ്പെഷ്യലി രണ്ടറ്റത്തിരിക്കുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ. സോ പ്രയോറിറ്റൈസ് യുവർ നീഡ്സ്, യുവർ ഡിസയേഴ്സ്, യുവർ ഗോൾസ്. ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്. ബോട്ടം എനർജി. അഗെയിൻ ഇത് സാക്രിഫൈസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ചെറിയ അഡിക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഫിനാൻസ് സ്റ്റക്കാക്കുന്നുണ്ട്. അതൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ഫിനാൻസിൽ ഫോക്കസ് ചെയ്യുക. അതിന് വളരെയധികം എനർജറ്റിക്കലി ഐഡിയാസുമായിട്ട് കണക്ട് ചെയ്യുക. ആദ്യം ചിന്തയിലാണ് നിങ്ങൾക്ക് എന്തുണ്ടാവേണ്ടത്? സ്പേസ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അതല്ലാതെ നിങ്ങളുടെ റൂമിൽ കുറച്ച് സ്പേസ് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഫിനാൻസ് ഉണ്ടാവുമോ? ഇല്ല. അതേസമയം നിങ്ങളുടെ ചിന്തയിൽ കുറച്ച് സ്പേസ് മാറ്റി വെച്ചാൽ ആൻഡ് യു അട്രാക്ട് ഫിനാൻസ്, അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഫിനാൻസ് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ നമ്മളൊരു നട്ട്ഷെല്ല് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് സാക്രിഫൈസുകളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, യഥാർത്ഥ പർപ്പസിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, സെൻസസിൻ്റെ കൺട്രോൾ മനസ്സിലാക്കുന്നുണ്ട്, ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. ഒന്ന് നേടാൻ ചിലപ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടണം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ ആ നഷ്ടപ്പെടുന്നത് പിന്നെ നിങ്ങൾക്കൊരു നഷ്ടമല്ലാതാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരുന്നുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ എനർജി. സോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ തന്നെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് പറയുക, കമൻറ്റിൽ പറയുക. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പം അതിലേക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
ഇനി നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, സൈക്കോളജിക്കൽ കൺസൾട്ടിങ്ങും സ്പിരിച്വൽ ഹീലിങ്സും ഇമോഷണൽ ട്രോമ ഹീലിങ്ങും ഇന്നർ ചൈൽഡ് ഹീലിങ്ങും റിലേഷൻഷിപ്പ് ഹീലിംഗും ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഉള്ളൊരു റീഡിംഗ്, നിങ്ങളുടെ വിഷു ഫലം 2025. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അബണ്ടൻസ് എല്ലാം അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ, മനസ്സിന് സംതൃപ്തിയും സമാധാനവും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആശംസകളോടുകൂടിയിട്ട് നമ്മൾ നിർത്താണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of you all take care. Bye.